സിംഗുലാരി സോഫ്റ്റ്വെയർ ടെക്നോളജീസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ലിസ്റ്റിന്റെ ലാസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോ. ലാസ്റ്റ് 2 വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് കരുതുന്നു. കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റിന്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടിട്ട് മാത്രം ഇപ്പുറത്ത് കാണുക. ആദ്യം നോക്കാൻ പോകുന്നത് ലിസ്റ്റിൽ ഐറ്റംസ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്നാണ്. അപ്പൊ 1 by 1 ആയിട്ട് ഓരോ മെത്തേഡ് നമുക്ക് ചെക്ക് ചെയ്യാം. അതിന്റെ ഫസ്റ്റ് മെത്തേഡാണ് റിമൂവ് മെത്തേഡ്. ഒരു സ്പെസിഫിക് ഐറ്റം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിമൂവ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതിന്റെ സിന്റാക്സ് വരുന്നത് ലിസ്റ്റ് നെയിം ഡോട്ട് റിമൂവ് ഫംഗ്ഷൻ ബ്രാക്കറ്റിന്റെ അകത്ത് ഏത് ഐറ്റം ആണോ റിമൂവ് ചെയ്യേണ്ടത് ആ ഐറ്റം നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഇപ്പൊ ഒരു ഡിജിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റിൽ നിന്ന് ഒരു ഐറ്റം റിമൂവ് ചെയ്യാനായിട്ട് ലിസ്റ്റ് നെയിം ഡോട്ട് റിമൂവ് 15 ആണ് റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഡിജിറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ലാസ്റ്റ് ലൈൻ ഡീഫോൾട്ട് പ്രിന്റർ ആണ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ലൈനിൽ പ്രിന്റ് ഫംഗ്ഷൻ കൊടുത്തില്ലെങ്കിലും പ്രിന്റ് ഫംഗ്ഷൻ ആയിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. 15 റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു മെത്തേഡ് നോക്കാം. ഇതിപ്പം ഡിജിറ്റ്സ് മാത്രമാണ് കൊടുത്തിരുന്നത്. നമുക്കൊരു സ്ട്രിംഗ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. പുതിയൊരു സെൽ ഓപ്പൺ ചെയ്യാം. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഓറഞ്ച്, കിവി, ആപ്പിൾ, ഗ്രേപ്പ്. ഇതിൽ നിന്ന് ഒരു ഐറ്റം റിമൂവ് ചെയ്ത് നോക്കാം. ഫ്രൂട്ട്സ് ഡോട്ട് റിമൂവ്. നമ്മൾ ഇത് സ്ട്രിംഗ് ആയിട്ട് കൊടുത്തിരുന്നത് കൊണ്ട് ഐറ്റം മെൻഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ സ്ട്രിംഗിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. കോഡ്സ് ഇട്ടിട്ട് വേണം കൊടുക്കാനായിട്ട്. ഞാനിത് റിമൂവ് ചെയ്യാൻ പോകുന്നത് ആപ്പിൾ ആണ്. ആപ്പിൾ ഇതേപോലെ കൊടുക്കുക, ഫ്രൂട്ട്സ് പ്രിന്റ് ചെയ്യിപ്പിക്കുക. അപ്പം ആപ്പിൾ അതിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. മെത്തേഡാണ് പോപ്പ് മെത്തേഡ്. പോപ്പ് മെത്തേഡ് നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. അതായത് പോപ്പിനകത്ത് നമ്മൾ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് ഇൻഡെക്സ് ആണോ നമ്മൾ കൊടുക്കുന്നത് ആ ഇൻഡെക്സിൽ ഐറ്റം റിമൂവ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ എൻഡ് ഐറ്റം ആയിരിക്കും റിമൂവ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ലിസ്റ്റ് നെയിം ഡോട്ട് പോപ്പ്. ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ബ്രാക്കറ്റിനകത്ത് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് എൻഡ് ഐറ്റം ഏതാണോ അവസാനത്തെ ഇൻഡെക്സിൽ വരുന്ന ഐറ്റം അത് റിമൂവ് ആകും. ഇനി പോപ്പിന്റെ അകത്ത് ഇൻഡെക്സ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഇൻഡെക്സ് ഏതാണോ ആ ഇൻഡെക്സിലുള്ള ഐറ്റം ആയിരിക്കും റിമൂവ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ലിസ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാം. ആദ്യം നമുക്ക് ലിസ്റ്റ് നെയിം ഡോട്ട് പോപ്പ് കൊടുക്കാം. ഫ്രൂട്ട് ഡോട്ട് പോപ്പ്. ഇനി ഫ്രൂട്ട്സ് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾക്ക് ലാസ്റ്റ് ഇൻഡെക്സിലുള്ള ഐറ്റം ഗ്രേപ്പ് ആയിരുന്നു. ഗ്രേപ്പ് ഇവിടുന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഇനി ഇൻഡെക്സ് വെച്ചിട്ട് നോക്കാം. സെയിം ലിസ്റ്റിൽ നിന്ന് തന്നെ ഫ്രൂട്ട്സ് ഡോട്ട് പോപ്പ് ഓഫ് ഇൻഡെക്സ്. ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്ന ഇൻഡെക്സ് 1 ആണ്. 1 ആണ് കൊടുക്കുന്നെങ്കിൽ ഫസ്റ്റ് ഇൻഡെക്സിലുള്ളത് കിവി ആണ്. ഇനി ഫ്രൂട്ട്സ് പ്രിന്റ് ചെയ്യിപ്പിക്കുമ്പോൾ കിവി മാറ്റിയിട്ടുള്ള ബാക്കിയായിരിക്കും പ്രിന്റ് ചെയ്ത് വരുന്നത്. കിവി ഇവിടുന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഇതാണ് പോപ്പിന്റെ രണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ക്ലിയർ ആണ്. ക്ലിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിസ്റ്റിനകത്ത് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുൾ ആയിട്ട് ക്ലിയർ ചെയ്യാനാണ് ക്ലിയർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സിന്റാക്സ് എന്ന് പറയുന്നത് ലിസ്റ്റ് നെയിം ഡോട്ട് ക്ലിയർ. ഒരു എക്സാമ്പിൾ നോക്കാം. സെയിം എക്സാമ്പിൾ തന്നെയായിട്ട് എടുക്കുന്നത്. അതിനകത്ത് ഈ ഒരു ലിസ്റ്റിനകത്ത് 4 ഐറ്റംസ് ഉണ്ട്. ഈ 4 ഐറ്റം ക്ലിയർ ചെയ്തിട്ടുള്ള ലിസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഫ്രൂട്ട്സ് ഡോട്ട് ക്ലിയർ. ഫ്രൂട്ട്സ് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. ഒരു എംപ്റ്റി ലിസ്റ്റ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് മെത്തേഡ് ആണ് ഡെൽ മെത്തേഡ്. ഡെൽ എന്ന് വെച്ചാൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ലിസ്റ്റ് അതേപോലെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൽ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോപ്പിനകത്ത് യൂസ് ചെയ്തതുപോലെ ഡെൽ ഫംഗ്ഷന്റെ അകത്തേക്ക് ലിസ്റ്റ് നെയിം ഓഫ് ഇൻഡെക്സ് എന്ന് കൊടുത്താൽ
ഇൻഡെക്സ് ഏതാണോ മെൻഷൻ ചെയ്യുന്നത് ആ ഇൻഡെക്സിലുള്ള ഐറ്റം മാത്രമായിരിക്കും ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എന്നുള്ള സെയിം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡെല്ല് കീവേഡ് ആണ്, ഡെൽ എന്ന് പറയുന്നത്. കീവേഡ് യൂസ് ചെയ്യുക. ലിസ്റ്റിന്റെ പേര് ഫ്രൂട്ട്സ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയത് ഒരു എറർ ആണ്. കാരണം ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ആ ലിസ്റ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി ഫ്രൂട്ട്സ് പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു നെയിം ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ നെയിം എറർ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. del root of ഇൻഡെക്സ് കൊടുക്കുക. ഇൻഡെക്സിന് ഞാൻ കൊടുക്കുന്നത് ഒരു 2 ആണ്. 2 കൊടുത്തിട്ട് ഫ്രൂട്ട്സ് പ്രിന്റ് ചെയ്യിപ്പിക്കും. അപ്പൊ കിട്ടുന്നത് സെക്കൻഡ് ഇൻഡെക്സിൽ ഏതാണ് ഉണ്ടായിരുന്നത്? ആപ്പിൾ ആയിരുന്നു. ആപ്പിൾ മാറി ബാക്കിയെല്ലാം നമുക്ക് റിട്ടേൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഡിലീറ്റിന്റെ രണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഡെൽ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഡെൽ കീവേഡ് എപ്പോഴും നമ്മൾ സ്റ്റാർട്ടിങ്ങിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ബ്രാക്കറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അടുത്തതാണ് സോർട്ട്. ലിസ്റ്റിന് എങ്ങനെ നമുക്ക് സോർട്ട് ചെയ്യാം? ലിസ്റ്റിന് നമുക്ക് രണ്ട് രീതിയിൽ സോർട്ട് ചെയ്യാം. ഒന്ന് അസെൻഡിങ് ഓർഡറിലും രണ്ട് ഡിസെൻഡിങ് ഓർഡറിലും. അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിന്റാക്സ് ആണ് ലിസ്റ്റ് നെയിം ഡോട്ട് സോർട്ട്. ഇത് ഡീഫോൾട്ട് ആയിട്ട് അസെൻഡിങ് ഓർഡറിലായിരിക്കും വരുന്നത്. ഇനി ലിസ്റ്റ് നെയിം ഡോട്ട് സോർട്ടിന്റെ അകത്തേക്ക് റിവേഴ്സ് ഈസ് ഈക്വൽ ടു ട്രൂ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എക്സാമ്പിൾ വെച്ചിട്ട്. ഏജസ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് നെയിം ഡോട്ട് സോർട്ട്, സോർട്ടിന്റെ ഫംഗ്ഷൻ കൊടുത്തു. ഇനി ഏജസ് ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. ഇത് അസെൻഡിങ് ഓർഡറിൽ റിട്ടേൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഡിസെൻഡിങ് ഓർഡറിലോട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ സെയിം തന്നെ ലിസ്റ്റ് എടുക്കാം. ഏജസ് ഡോട്ട് സോർട്ട് ഫംഗ്ഷന്റെ അകത്ത് റിവേഴ്സ് എന്നുള്ള കീ കൊടുക്കാം. ഈസ് ഇക്വൽ ടു ട്രൂ. റിവേഴ്സ് ട്രൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏജസ് പ്രിന്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു സ്ട്രിങ്ങിന്റെ കൊടുക്കാം, ലെറ്റേഴ്സ് ആയിട്ട് കൊടുക്കാം. അതെങ്ങനെ വരണേന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആൽഫബറ്റിന്റെ ALP കൊടുക്കുന്നുണ്ട്. കുറച്ച് ആൽഫബറ്റ്സ് കൊടുക്കാം. ആൽഫബറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ സോർട്ട് ചെയ്യിപ്പിക്കാം. ആൽഫ് ഡോട്ട് സോർട്ട്. ഇനി ആൽഫ് ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പൊ നമ്മൾക്ക് ആൽഫബറ്റിക് ഓർഡറിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇതിന്റെ റിവേഴ്സ് നോക്കാം. സെയിം ലിസ്റ്റ് തന്നെ എടുക്കാം. ALP ഡോട്ട് സോർട്ട് റിവേഴ്സ് ഈസ് ഈക്വൽ ടു ട്രൂ നോഡ്. ഇനി ആൽഫ് ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. നമുക്ക് റിവേഴ്സ് ഓർഡറിലാണ് റിട്ടേൺ ചെയ്ത് വന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമ്മൾക്ക് വേർഡ്സ് ആയിട്ടും കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സിനെ ഒന്ന് സോർട്ട് ചെയ്ത് നോക്കാം. ഫ്രൂട്ട്സ് ഡോട്ട് സോർട്ട്. ഫ്രൂട്ട്സ് പ്രിന്റ് ചെയ്യിപ്പിക്കാം. ആൽഫബറ്റിക് ഓർഡറിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ റിവേഴ്സ് ഈസിക്കൽ ടു ട്രൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിസെൻഡിങ് ഓർഡറിലോട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഇനി അടുത്ത് നോക്കാൻ പോണത് ലിസ്റ്റ് റിവേഴ്സ് ആണ്. ഒരു ലിസ്റ്റിനെ നമ്മൾക്ക് അതേപടി റിവേഴ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലിസ്റ്റ് റിവേഴ്സ് എന്നുള്ള ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്.
പിന്നെ സിന്റാക്സ് വരുന്നത് ലിസ്റ്റ് നെയിം ഡോട്ട് റിവേഴ്സ്. ഫോർ എക്സാമ്പിൾ ഇത് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സിനകത്ത് ഇപ്പോൾ ഉള്ളത് ഓറഞ്ച്, കിവി, ആപ്പിൾ, ഗ്രേപ്സ് എന്നുള്ള രീതിയിലാണ്. ഇത് റിവേഴ്സ് ചെയ്യിപ്പിക്കുമ്പോൾ ലാസ്റ്റ് ഇൻഡെക്സ് ഫസ്റ്റ് ഇൻഡെക്സ് ആയിട്ട് വരും. പിന്നെ അത് റിവേഴ്സ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഫ്രൂട്ട്സ് ഡോട്ട് റിവേഴ്സ്. ഇൻഡെക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻഡെക്സ് ആവും. പിന്നെ സെക്കൻഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ലാസ്റ്റ് സെക്കൻഡ് ഇൻഡെക്സ് ഫസ്റ്റ് സെക്കൻഡ് ഇൻഡെക്സ് ആവും. ഇങ്ങനെയാണോ കാണുന്നത് അതേപോലെ ആയിരിക്കും റിവേഴ്സ് ആയിട്ട് ഇരിക്കുന്നത്. ഇതാണ് ലിസ്റ്റ് റിവേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡെക്സ് ആണ്. ടു ഫൈൻഡ് ദ ഇൻഡെക്സ് ഓഫ് ദ ഗിവൺ ഐറ്റം. അപ്പൊ നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലിസ്റ്റിൽ ഒരു ഐറ്റത്തിന്റെ ഇൻഡെക്സ് ഏതാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡെക്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾക്കിപ്പം കണ്ടുപിടിക്കേണ്ടത് 111ന്റെ ഇൻഡെക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കത് കൊടുത്തു നോക്കാം. അതിന്റെ സിന്റാക്സ് വരുന്നത് ലിസ്റ്റ് നെയിം. ഇവിടുത്തെ ലിസ്റ്റ് നെയിം എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് ഡോട്ട് ഇൻഡെക്സ് ഓഫ് ഐറ്റം. ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് 111 ആണ്. ഇതിന്റെ ഇൻഡെക്സ് ഒന്ന് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് 0 ആണ്. നോക്കുമ്പോൾ കാണാം 111 എന്ന് പറയുന്നത് നമുക്ക് 3 ടൈംസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇന്റർപ്രിറ്റർ ഫസ്റ്റ് ഏത് ഇൻഡെക്സ് ആണോ കിട്ടുന്നത് അതായിരിക്കും റിട്ടേൺ ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ ഇപ്പം 222 ആണ് കൊടുക്കുന്നെങ്കിൽ 222 ആണ് കൊടുക്കുന്നെങ്കിൽ നമുക്ക് സെക്കൻഡ് ഐറ്റം ആണ്, അത് ഫസ്റ്റ് ഇൻഡെക്സ് ആണ്, നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. നമ്മൾക്ക് 444 ഒന്ന് കൊടുത്തു നോക്കാം. അപ്പൊ നമുക്ക് തേർഡ് ഇൻഡെക്സ് ആണ് കിട്ടുന്നത്. ഓൾറെഡി ഇത് വീണ്ടും വന്നിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത്. പക്ഷെ ആദ്യം ഏത് ഇൻഡെക്സിലാണോ ആ ഒരു ഐറ്റം വരുന്നത് ആ ഇൻഡെക്സ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നുണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് മെത്തേഡ് ആണ് കൗണ്ട്. കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നിട്ടുള്ള ലിസ്റ്റിലെ ഐറ്റം എത്ര ടൈംസ് അപ്പിയർ ആവുന്നുണ്ടെന്ന് അറിയാനാണ് കൗണ്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ലിസ്റ്റ് തന്നെ എടുക്കാം. ഇതില് എക്സ് ഡോട്ട് കൗണ്ട് ഓഫ് 444 തന്നെ നമുക്ക് ചോദിക്കാം. അപ്പൊ എത്ര ടൈംസ് ഉണ്ട് ഇവിടെ? 2 ടൈംസ് നമുക്ക് വന്നിട്ടുണ്ട്. അത് തന്നെയായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ എക്സിനകത്ത് കൗണ്ട് 111 ഒന്ന് നോക്കാം. ആ കൗണ്ട് വരുന്നത് 3 ആയിരിക്കും. ഇതേപോലെ തന്നെ നമുക്കൊരു ഒരെണ്ണം ഉള്ളത് വെച്ചിട്ട് നോക്കി നോക്കാം. ഇതിന്റെ കൗണ്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. കാരണം 888 1 ടൈം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആ ഒരു കൗണ്ട് ആണ് നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്നത്. അപ്പൊ ലിസ്റ്റിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കുക. ഇതിന്റെ കൂടെ തന്നെ ഞാൻ വർക്കൗട്ടിന്റെ ക്വസ്റ്റ്യൻസ് ഇടുന്നതായിരിക്കും. അത് ചെയ്തു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും see you soon. Bye.